Please help me. എന്തിനാണ് നീ മോഷ്ടിച്ചേ? നാണമില്ലേ നിനക്ക്? ഒരു പെണ്ണിന്റെ ബാഗ് മോഷ്ടിക്കാൻ എന്ത് കാര്യത്തിന്? എന്ത് ആവശ്യമിരിക്കണ്? നീയൊക്കെ കാരണമാണ് ഈ നാട് നന്നാവത്തത്. എനിക്കറിയില്ല. എൻ്റെ ജീവിതവും ജീവിത പ്രശ്നങ്ങളും സാഹചര്യം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് കാശിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എനിക്ക് മോഷ്ടിക്കേണ്ടി വന്നത്. പിന്നീട് ATM നിന്ന് ഇറങ്ങി വന്ന ആ പെണ്ണിൻ്റെ കയ്യിലിരിക്കുന്ന പണം കണ്ടപ്പോൾ അമ്മയുടെ മുഖമാണ് ഓർമ്മ വന്നത്. പിന്നെ ആ പണം മോഷ്ടിക്കല്ലാതെ വേറെ നിവൃത്തി ഒന്നുമില്ലായിരുന്നു എൻ്റെ മനസ്സിൽ. നീ ചെയ്തത് ശരിയായ ഒരു കാര്യമല്ല. ശരിക്കും നിന്നെ പോലീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. ഇനി നീ ആവർത്തിക്കരുത്. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കും. ഇനി നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വിളിക്കുക. ഞാൻ പോകുന്നു. ഇതിരിക്കട്ടെ. Thanks a lot. യു ആർ വെൽക്കം. ജസ്റ്റ് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ബൈ. Excuse me. ഒരു നിമിഷം. ഒരു താങ്ക്സ് മാത്രം പറഞ്ഞു തീരുന്നതല്ലോ. ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തു തന്നതല്ലേ. മറ്റാരും എനിക്ക് സഹായിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ട്രീറ്റ് ഞാൻ തരണ്ടേ? എങ്കിൽ നമുക്കൊരു കോഫി ഷോപ്പിൽ പോയാലോ? ഓ ഷുവർ. 2 ചായ. ഓക്കെ ബൈ. രോഹിത്, നിന്റെ നമ്പർ ഒന്ന് തരുമോ? പിന്നെന്താ? ആ ശരി, പറയൂ. 999 999 55 55 72 72 009. 009. ഓക്കെ ബൈ. ഓക്കെ. ഹലോ. ഹലോ, രോഹിത് അല്ലേ? യാ. എന്നെ മനസ്സിലായോ? ഇല്ലല്ലോ. ഞാൻ പൂജയാണ്. ആ പൂജ, മനസ്സിലായി. നാളെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? രാവിലെ പാർക്കിൽ വെച്ച്. ഓ ഷ്യൂർ. ഓക്കെ ബൈ. ചേട്ടാ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഓക്കെ, ടെൽ മീ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ചേട്ടൻ എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ്. ഞങ്ങൾ കണ്ടുമുട്ടിയത് തികച്ചും യാദൃശ്ചികമായിട്ടാണ്. ഞങ്ങളെപ്പോഴോ അകലാൻ പറ്റാത്ത വിധം അടുത്തുപോയി. എന്നിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ അവളും എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ചെയ്തു തെറ്റാണെന്ന് എനിക്കറിയാൻ പാടില്ല. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. I hope the decision you made is the right choice. But there is one condition, that I want to meet her and know about her. ചേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ കുട്ടി. ഓ, മനസ്സിലായി. പൂജ അല്ലേ? Hi, I'm Rajesh. പൂജ. Please take your seat.
So Pooja, what are you doing? ഞാൻ MBA സ്റ്റുഡൻ്റാണ്. I see. And where are you staying? കടവന്ത്രയിൽ. I have a flat in Kadavantara. കണ്ടിട്ടുണ്ടോ? ഏതാ ഫ്ലാറ്റ്? Skyline. Have you heard of it? ആ അറിയാം. ചേട്ടാ ഇവള് കാണുന്ന പോലെയൊന്നുമല്ല, നല്ലൊരു ഡാൻസറാ. ആഹാ, കൊള്ളാലോ. പൂജ, I think I've seen you somewhere. അങ്ങനെ വരാൻ സാധ്യതയില്ല. ചേട്ടാ ഇവൾക്ക് ടൈമായി, ഞങ്ങൾ ഇറങ്ങണം. Okay, bye. It was nice meeting you. ശരി. എവിടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. Rohit, I have something important to say to you. എന്താ ഏട്ടാ? You must stop your relationship with Pooja immediately. നിന്റെ നാശത്തിന്. This is for your own good, Rohit. Don't go out with her anymore. നീ പോവണ്ട അവളടുത്ത്. പറ്റത്തില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. സോറി ചേട്ടാ. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. എടി നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞ? അത് പിന്നെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ നിന്റെ ഫോൺ കോൾ ഞാൻ കണ്ടതില്ല. നിന്നെ പല സ്ഥലത്തും പല ആണുങ്ങളൊപ്പം കണ്ടല്ലോ. അവരൊക്കെ ആരാ നിന്റെ? നോക്ക് രോഹിത്, ഇത് എന്റെ ജീവിതമാണ്, എന്റെ ഇഷ്ടം. ഞാൻ പല ആണുങ്ങളുടെയും കൂടെ പോയി. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? എന്റെ ചേട്ടൻ നിന്നെ കുറിച്ച് പറഞ്ഞത് ശരിയായിരുന്നു, പക്ഷെ ഞാൻ അത് വിശ്വസിച്ചില്ല. വിശ്വസിക്കാതിരുന്ന ഞാൻ മണ്ടൻ. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. ശരി, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ചേട്ടാ, ചേട്ടൻ പറഞ്ഞത് ശരിയായിരുന്നു. അവിടെ എന്നെ ചതിക്കുകയായിരുന്നു. I told you earlier not to continue with this relationship, right? ശരിടാ, പോട്ടെ. നീ വിഷമിക്കണ്ട. I'm sure you'll find your true soulmate one day. എടാ രോഹിത്തെ, നീ ഇങ്ങോട്ട് വന്നേ. എന്താ ചേട്ടാ? നീ ഇന്നത്തെ ന്യൂസ് പേപ്പർ നോക്കിയാ? ഇല്ല. Just read this. ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടത്. ഇത്രയും വലിയ സെക്സ് റാക്കറ്റിലെ കണ്ണിയാണോ അവൾ?
എക്സ്ക്യൂസ് മീ, ഈ പൈസ നിങ്ങളുടെ ആണോ? ഒന്ന് നോക്കട്ടെ. ആ അതെ. ഇതാ നിങ്ങളെ പൈസ. ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? എക്സ്ക്യൂസ് മീ, ഒരു താങ്ക്സ് മാത്രം പറഞ്ഞാൽ പോരല്ലോ. എന്താ പേര്? ഐ ആം അഞ്ജലി. ഐ ആം റോഹിത്. എന്നാ നമുക്കൊന്ന് നടന്നാലോ? Like I said before, Rohit did find his true soulmate after all.